സ്കൂൾ കലോത്സവത്തിൽ അവതരണ നൃത്താവിഷ്കാരം പഠിപ്പിക്കാൻ പ്രമുഖ നടി 5 ലക്ഷം ചോദിച്ചെന്ന പ്രസ്താവന പിൻവലിച്ച മന്ത്രി വി ശിവൻകുട്ടി. കലോത്സവ സമയത്ത് അനാവശ്യ വിവാദങ്ങൾ വേണ്ടെന്നും വിവാദങ്ങൾ അവസാനിപ്പിക്കാൻ വെഞ്ഞാറമൂടിൽ നടത്തിയ പ്രസ്താവന പിൻവലിക്കുകയാണെന്നും മന്ത്രി വി ശിവൻകുട്ടി വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു. കലോത്സവത്തിന്റെ നൃത്താവിഷ്കാരം ആരെയും ഏൽപ്പിച്ചിട്ടില്ലെന്നും പ്രമുഖ നടിയോട് 7 മിനിറ്റുള്ള നൃത്തം ചിട്ടപ്പെടുത്താമോ എന്ന് ചോദിച്ചിരുന്നുവെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. KPCC പുനഃസംഘടനാ വാർത്തകളോട് പ്രതികരിച്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും പാലക്കാട് MLAയുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ നേതൃത്വമാറ്റ ചർച്ചകൾ അപ്രസക്തമാണ്. തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ ആവർത്തിച്ചെടുത്ത് നേതൃത്വമാറ്റത്തിന് പ്രസക്തിയില്ല. ഇപ്പോഴത്തെ നേതൃത്വത്തിന് പ്രശ്നങ്ങളില്ല. യുവാക്കൾ അതൃപ്തരല്ല. എല്ലാ മേഖലകളിലും പരിഗണിക്കപ്പെടുന്നുണ്ട്. നേതൃത്വ ചർച്ചകളിൽ ഭാഗമാകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇരട്ട പദവിയിൽ പ്രശ്നമില്ല. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി തുടരും. ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ന്യൂനതയല്ലെന്നും രാഹുൽ വ്യക്തമാക്കി. പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മുവിന്റെ മരണത്തിൽ നടപടി. ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പലിനെ സ്ഥലം മാറ്റി. കേസിൽ പ്രതികളായ 3 വിദ്യാർത്ഥിനികളെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. CPASന് കീഴിലെ സീതത്തോട് കോളേജിലേക്കാണ് പ്രിൻസിപ്പലിനെ സ്ഥലം മാറ്റിയത്. പകരം സീതത്തോട് കോളേജ് പ്രിൻസിപ്പലായിരുന്ന തുഷാരയെ ചുട്ടിപ്പാറയിലേക്കും മാറ്റി നിയമിച്ചിട്ടുണ്ട്. പ്രതികളായ 3 വിദ്യാർത്ഥിനികൾ കേസിൽ ജാമ്യത്തിലാണിപ്പോൾ. ഇതിനിടെയാണ് 3 പേരെയും കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിറക്കിയത്. നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവന്റെ മരണത്തിൽ പോലീസിൽ പുതിയ പരാതി നൽകി കുടുംബം. ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജിലെ സൈക്യാട്രി വിഭാഗം അധ്യാപകൻ സജിക്കെതിരെയാണ് അമ്മുവിന്റെ അച്ഛൻ സജി പരാതി നൽകിയത്. ലോക്ക് ബുക്ക് കാണാതായെന്ന് പറഞ്ഞ അമ്മുവിനെ അധ്യാപകർ സജിയും കേസിൽ പ്രതികളായ വിദ്യാർത്ഥിനികളും ചേർന്ന് മാനസികമായി പീഡിപ്പിച്ചുവെന്ന് അച്ഛൻ സജീവ് ആരോപിച്ചു. പ്രതികളായ വിദ്യാർത്ഥിനികളെ ഒരു വശത്തും അമ്മുവിനെ മറുവശത്തും നിർത്തിക്കൊണ്ട് കൌൺസിലിംഗ് എന്ന പേരിൽ കുറ്റവിചാരണ നടത്തുകയായിരുന്നു. 2 മണിക്കൂറിലധികമാണ് അധ്യാപകനായ സജി അമ്മുവിനെ കുറ്റവിചാരണ ചെയ്തതെന്നും ഇതിനുശേഷമാണ് ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് അമ്മു വീണ് മരിച്ചതെന്നും അച്ഛൻ സജീവ് പറഞ്ഞു. സ്വകാര്യ നഴ്സിംഗ് കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥിനി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവത്തിൽ കോളേജ് അടങ്ങിയ ആശുപത്രിയിലേക്ക് SFI നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൽ സംഘർഷം. പ്രകടനവുമായി എത്തിയ വിദ്യാർത്ഥികൾ ഒരു വിഭാഗം മുദ്രാവാക്യം വിളികളുമായി ആശുപത്രി ഗേറ്റിലേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുകയായിരുന്നു. തുടർന്ന് പോലീസുമായുണ്ടായ ഉന്തും തള്ളും കൂട്ടത്തല്ലിൽ കലാശിച്ചു. 5 SFI പ്രവർത്തകർക്കും 3 പോലീസുകാർക്കും പരിക്കേറ്റിട്ടുണ്ട്. മുനമ്പത്തെ വഖഫ് ഭൂമി പ്രശ്നത്തിൽ ശാശ്വത പരിഹാരമാണ് വേണ്ടതെന്നും വർഗീയത ആളിക്കത്തിച്ച് മുതലെടുപ്പ് നടത്താനുള്ള സംഘപരിവാർ ശക്തികളുടെ നീക്കത്തിന് ആരും തലവെച്ചു കൊടുക്കരുതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുസ്ലിം ലീഗ് നേതാക്കളായ ET മുഹമ്മദ് ബഷീർ, KM ഷാജി എന്നിവരുടെ പ്രസ്താവനകൾ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ലീഗിന്റെ അഭിപ്രായം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നും വർഗീയ ധ്രുവീകരണത്തിന് ആരും അവസരം ഒരുക്കരുതെന്നും സതീശൻ പറഞ്ഞു. മുനമ്പം വിഷയത്തിൽ പരസ്യ പ്രസ്താവന വിലക്കി ലീഗ്. നേതൃത്വത്തിൽ ഭിന്നത രൂക്ഷമായതിനു പിന്നാലെയാണ് നടപടി. സംസ്ഥയിലെ തർക്കം പരിഹരിക്കുന്നതിനായി വിളിച്ചു ചേർത്ത ചർച്ചയിൽ ലീഗ് വിരുദ്ധ വിഭാഗം പങ്കെടുത്തില്ല. സംസ്ഥയിൽ ഉടലെടുത്തിരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി പാണക്കാട് തങ്ങളാണ് ഇരുവിഭാഗം നേതാക്കളെയും ചർച്ചയ്ക്കായി വിളിപ്പിച്ചത്. ലീഗ് നേതാക്കളുമായി ഒരു വിഭാഗം സംസ്ഥാന നേതാക്കൾക്കുണ്ടായിരുന്ന അഭിപ്രായ ഭിന്നത രൂക്ഷമാവുകയും പരസ്പരം പരസ്യമായി വിമർശിക്കുകയും ചെയ്തത് സംസ്ഥയ്ക്ക് ലീഗിനുമിടയിൽ രൂക്ഷമായ ഭിന്നിപ്പിന് വഴിവെച്ചിരുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിൽ LDF സ്ഥാനാർത്ഥിയായി എത്തിയ ഹംസ സംസ്ഥയിലെ ഒരു വിഭാഗത്തിന്റെ പിന്തുണയോടെയാണ് CPIM-ൽ എത്തിയതെന്ന ആരോപണവും ഉയർന്നിരുന്നു. ഭരണത്തിന്റെ സ്വാദ് ശരിയായ തോതിൽ അനുഭവിക്കാൻ നാട്ടിലെ ജനങ്ങൾക്ക് കഴിയണമെന്നും അതിനുള്ള സാഹചര്യം ഒരുക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേഗതക്കുറവെന്ന പരാതി ഉണ്ടാകാതെ കാര്യങ്ങൾ തീർപ്പാക്കണം. വഴിവിട്ട നടപടികൾക്ക് പ്രത്യേക അവകാശമുണ്ടെന്ന പെരുമാറ്റ രീതി ചില ഓഫീസുകളിലും മേഖലകളിലുമുണ്ട്. അത് നാട് ആഗ്രഹിക്കുന്ന കാര്യമല്ല. സർക്കാർ അത് അംഗീകരിക്കുകയുമില്ല. ഇത്തരം രീതികളിൽ സർക്കാർ കർശന നിലപാട് സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂർ ADM ആയിരിക്കെ മരിച്ച K നവീൻ ബാബുവിന്റെ ഭാര്യ K മഞ്ജുഷ പത്തനംതിട്ടയിലെ കളക്ടറേറ്റിൽ ജോലിയിൽ പ്രവേശിച്ചു. പത്തനംതിട്ട കളക്ടറേറ്റിലെ സീനിയർ സൂപ്രണ്ടായാണ് ചുമതലയേറ്റത്. ഭൂരേഖ തഹസിൽദാരുടെ ചുമതലയാണ് വഹിക്കുക. ചൂരൽമല മുണ്ടക്കായ് ഉരുൾപൊട്ടലിൽ ഉറ്റവരെ നഷ്ടപ്പെട്ട ശ്രുതി സർക്കാർ ജോലിയിൽ പ്രവേശിച്ചു. രാവിലെ 11 മണിയോടെ കൽപ്പറ്റ കളക്ടറേറ്റിലെത്തി ADM K ദേവകിയുടെ മുൻപാകെ റവന്യൂ വകുപ്പിൽ ക്ലർക്കായാണ് ജോലിയിൽ പ്രവേശിച്ചത്. ദുരിതബാധിതരെ ചേർത്ത് നിർത്തി പ്രതീക്ഷയുടെ നാളെയിലേക്ക് കൈപിടിച്ചുയർത്താൻ പ്രതിജ്ഞാബദ്ധമാണ് LDF സർക്കാർ. ക്ലർക്ക് തസ്തികയിൽ ചുമതലയേറ്റതോടെ ശ്രുതിക്ക് നിയമനം നൽകാനുള്ള സർക്കാർ ഉത്തരവ് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ശ്രുതി ഒരിടത്തും ഒറ്റപ്പെട്ടു പോകില്ലെന്ന് അന്നേ സർക്കാർ ഉറപ്പ് നൽകിയതാണ്. ഇന്ന് ശ്രുതി ജോലിയിൽ പ്രവേശിച്ചതോടെ ആ ഉറപ്പ് പാലിക്കപ്പെട്ടിരിക്കുന്നു. ചേർത്ത് നിർത്തലിന്റെ ഇത്തരം മാതൃകകളാണ് കൂടുതൽ കരുത്തോടെ മുന്നോട്ടു പോകാൻ നമുക്ക് പ്രേരകമാകുന്നത്. ഇവിടെ ആരും ഒറ്റപ്പെട്ടു പോകില്ലെന്നും ഈ സർക്കാരിന്റെയും നാടിന്റെയും ഉറപ്പാണ്. അത് പാലിക്കപ്പെടുക തന്നെ ചെയ്യുമെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. ഭരണപ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാവിലെ രാജ്യസഭാ നടപടികൾ ആരംഭിച്ചതു മുതൽ ശക്തമായ പ്രതിഷേധമാണ് തുടങ്ങിയിരുന്നത്. ജോർജ് സോറോസ് കോൺഗ്രസ് ബന്ധം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ശൂന്യവേളയിൽ BJP MPമാർ എഴുന്നേറ്റ് നിന്നു. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയമാണിതെന്നായിരുന്നു ഭരണപക്ഷത്തിന്റെ വാദം. മണിപ്പൂർ കലാപത്തിലുണ്ടായ നാശനഷ്ടങ്ങളുടെ റിപ്പോർട്ട് തേടി സുപ്രീം കോടതി. കത്തിച്ചതും കൊള്ളയടിക്കപ്പെട്ടതും കയ്യേറ്റം ചെയ്യപ്പെട്ടതുമായ സ്വത്തുക്കളുടെ വിവരം മുദ്രവെച്ച കവറിൽ നൽകണം. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ്
മണിപ്പൂർ സർക്കാരിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇത്തരം കേസുകളിൽ പ്രതികൾക്കെതിരെ എടുത്ത നടപടികൾ വിശദീകരിക്കാനും ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജനുവരി 20-ന് കേസ് വീണ്ടും പരിഗണിക്കും. അതിനു മുമ്പ് റിപ്പോർട്ട് സമർപ്പിക്കണം. മഹാരാഷ്ട്ര നിയമസഭാ സ്പീക്കറായി മുൻ സ്പീക്കർ രാഹുൽ നർവേക്കറെ തെരഞ്ഞെടുത്തു. കൊളാബിയിൽ നിന്നുള്ള BJP MLA ആയ നർവേക്കർ മാത്രമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നത്. സ്പീക്കർ സ്ഥാനത്തേക്ക് ആരെയും മത്സരിപ്പിക്കില്ലെന്ന് പ്രതിപക്ഷം അറിയിച്ചിരുന്നു. ഭരണപക്ഷത്തിന് വൻ ഭൂരിപക്ഷമുള്ളതിനാൽ സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിൽ അർത്ഥമില്ലാത്തതിനാലാണ് പിന്മാറ്റം. സിറിയയിൽ ഇരുണ്ട യുഗത്തിന് അന്ത്യമായെന്ന് തലസ്ഥാനമായ ഡമാസ്കസിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത വിമത സംഘടന ഹയാ തഹ്രീർ അൽ ഷാം. പ്രസിഡന്റ് ബഷാർ അൽ അസദിന്റെ കൊട്ടാരത്തിൽ കയറിയ HTS പ്രവർത്തകർ ഫർണിച്ചറുകളും ആഭരണങ്ങളും കൈക്കലാക്കിയും മുറിയിൽ നിന്ന് ചിത്രങ്ങൾക്ക് പോസ്റ്റ് ചെയ്തും വിജയം ആഘോഷിച്ചു. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ ഛത്തീസ്ഗഡിനെ തകർത്ത ബംഗാൾ ക്വാർട്ടർ ഫൈനലിൽ. ആദ്യ പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ ഛത്തീസ്ഗഡിനെ 3 റൺസിനാണ് ബംഗാൾ പരാജയപ്പെടുത്തിയത്. അവസാന ഓവറുകളിൽ തകർത്തടിയുകയും ബൌളിംഗിൽ 1 വിക്കറ്റ് വീഴ്ത്തുകയും ചെയ്ത ഇന്ത്യൻ പേസർ മുഹമ്മദ് ഷമിയാണ് ബംഗാളിന് വിജയം സമ്മാനിച്ചത്.